നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഓഫീസിൽ മേലധികാരിയുമായോ സഹപ്രവർത്തകരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടും. ധാർമ്മികമല്ലാത്ത അന്യ ബന്ധങ്ങളിലൂടെ വലിയ മാനഹാനിയും ധനനഷ്ടവും വരാനിടയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മുൻപ് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത ബന്ധുക്കൾ പോലും ഇന്ന് വിരോധികളായി മാറിയേക്കാം. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്സ്വഭാവികളായ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നത് വലിയ അപകീർത്തികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന വലിയ മന്ദത മാറി പുതിയ ഉണർവ് അനുഭവപ്പെടും. ശാരീരിക സുഖവും സമൂഹത്തിൽ പ്രശസ്തിയും തൊഴിൽപരമായ വലിയ വിജയങ്ങളും ഈ സമയം നിങ്ങളെ തേടിയെത്തും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഊഹക്കച്ചവടങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് വലിയ നഷ്ടത്തിന് കാരണമാകും. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. ശുക്രദോഷമുള്ളതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുവാനും കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുവാനും അവസരം ലഭിക്കും. പുതിയ വാഹനം മൂലമുള്ള ഗുണാനുഭവങ്ങളും മികച്ച ഭക്ഷണസുഖവും ജീവിതത്തിൽ കൈവരും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും വരവിൽ കവിഞ്ഞ ചെലവുകളും മനസ്സിനെ അലട്ടും. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി സമൂഹത്തിൽ അപവാദങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ സൗഹൃദങ്ങളിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി മികച്ച ധനനേട്ടവും ഉയർന്ന കാര്യപ്രാപ്തിയും കൈവരും. തൊഴിൽ വിജയത്തോടൊപ്പം അർഹിക്കുന്ന സമ്മാനങ്ങൾ തേടിയെത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനം ലഭിക്കും. ശുക്രന്റെ അനുഗ്രഹത്താൽ പുതിയ ആഭരണങ്ങൾ ലഭിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും യോഗമുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വളരെ മികച്ച ദിവസമാണിത്. സാഹിത്യം, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പേരും പ്രശസ്തിയും ലഭിക്കും. പുതിയ രചനകൾ പ്രസിദ്ധീകരിക്കുവാനും അംഗീകാരം നേടുവാനും അവസരം കൈവരും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസികമായ വലിയ ബുദ്ധിമുട്ടുകൾക്കും തൊഴിൽപരമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ജലദോഷം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ വാക്കുകളിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ മനസ്വസ്ഥത കുറയും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ജീവിത പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ കടുത്ത വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലോ ബാങ്ക് ലോൺ സംബന്ധമായ കാര്യങ്ങളിലോ റിക്കവറി നടപടികൾ നേരിടേണ്ടി വരും. ശത്രുശല്യവും നിയമപരമായ തിരിച്ചടികളും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കർമ്മമേഖലയിൽ അർഹിക്കുന്ന രീതിയിൽ ഉന്നത പദവികൾ അലങ്കരിക്കുവാനുള്ള വലിയ ഭാഗ്യം വന്നു ചേരും. ബിസിനസ്സിൽ വലിയ തോതിലുള്ള പുരോഗതിയും ധനലാഭവും ഉറപ്പാക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിയമപരമായ വ്യവഹാരങ്ങളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുവാനും വലിയ ധനനേട്ടം ഉണ്ടാകുവാനും സാധിക്കും. ശത്രുദോഷങ്ങൾ പൂർണ്ണമായി അകലുകയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം അനുഭവപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായി തീരും. ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.